Hi friends, welcome to Car and Bike Updates. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ കാർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡിനോട് ചിലപ്പോൾ പുതിയൊരു കാർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ വണ്ടി എടുക്കാനായിട്ടും ഒക്കെ വെയിറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനിയൊക്കെ വരുമ്പോൾ അതിന് ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പല വണ്ടികൾക്കും അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് മാസങ്ങളോളം ഈ ഒരു വണ്ടി വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് നിന്നിട്ടായിരിക്കും ആ കാർ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു കാറ് അല്ലെങ്കിൽ പുതിയ ഒരു ബ്രാൻഡിൻ്റെ വെഹിക്കിൾ ബുക്കിംഗ് പീരീഡ് കൂടുതലുള്ള ഒരു വാഹനം എത്രയും പെട്ടെന്ന് ലഭിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് എത്രയും പെട്ടെന്ന് വെഹിക്കിൾ വേണമെന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷോറൂമിൽ മാത്രം ബുക്ക് ചെയ്യാതെ 2-3 ഷോറൂമിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ ഇപ്പോൾ വൈറ്റ് കളർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷോറൂമിൽ നമ്മുടെ സെക്കൻഡ് പ്രിഫറൻസ് ഉള്ള ഒരു കളർ ബുക്ക് ചെയ്യുക. അല്ല, നമുക്ക് വൈറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതേ കളർ തന്നെ ഒരു 2-3 ഷോറൂംസിൽ ബുക്ക് ചെയ്യുക. കാരണം വെഹിക്കിൾ അലോട്ട് ചെയ്ത് വരുന്നത് ഓരോ ഷോറൂമിൽ ഇത്ര വെഹിക്കിൾ വെച്ചിട്ടായിരിക്കും ഫാക്ടറിയിൽ നിന്ന് വെഹിക്കിൾ അലോട്ട് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുന്ന വേറൊരു ഷോറൂമിൽ ഈ വൈറ്റ് കളർ സെയിം വേരിയൻറ്റ് ബുക്കിങ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തേക്കാളും പെട്ടെന്ന് ആ ഷോറൂമിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വെഹിക്കിൾ വേണമെന്നാണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ബുക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെങ്കിലും നമുക്ക് ഫുൾ ക്യാഷ് ആണെങ്കിൽ ബാക്കി എമൗണ്ട് കൊടുത്താൽ വണ്ടി മേടിക്കണം. അതല്ല ലോൺ ആണെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ടും ക്യാഷ് വേണം. അത്തരത്തിൽ നമ്മൾ ആ എമൗണ്ട് ബാങ്കിൽ വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു 3 ഷോറൂംസിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏത് ഷോറൂമിലാണോ വെഹിക്കിൾ അലോട്ട് ചെയ്ത് കിട്ടുന്നുണ്ടാവുക, ബാക്കി 2 ഷോറൂമിൽ നിന്നും ആ എമൗണ്ട് ബുക്കിംഗ് ക്യാൻസലേഷൻ കൊടുക്കുക, ആ എമൗണ്ട് റിട്ടേൺ മേടിക്കുക. ഈ വെഹിക്കിൾ അലോട്ട്മെൻറ്റ് ആയ ഷോറൂമിൽ ആ എമൗണ്ട് കൊണ്ട് ഡൗൺ പേയ്മെൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് ആയിട്ടോ പേ ചെയ്യാം. അങ്ങനെ ഒരു 3 ഷോറൂമിൽ 2 ഷോറൂമിലെങ്കിലും ബുക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് കളേഴ്സ് ബുക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് കളറൊന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് അവിടെ ചെക്ക് ചെയ്യുക ഏത് കളേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബുക്കിങ്സ് കയറിയിരിക്കുന്നുള്ളത്. അവിടുത്തെ എക്സിക്യൂട്ടീവ്സിനടുത്തോ അല്ലെങ്കിൽ മാനേജേഴ്സിനോടോ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും ഇന്ന കളേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത്. സോ നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു ബ്ലാക്ക് കളറിന് ഒരു 30 ബുക്കിംഗ് കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കാം, വൈറ്റ് കളറിന് 2 ബുക്കിംഗ് കയറിയിട്ടുള്ളൂ. നമ്മൾ ബ്ലാക്ക് കൊണ്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 31ാമത്തെ ആളായി മാറും. അതേസമയം നമ്മൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4ാമത്തെ 3ാമത്തെ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ നമുക്ക് പെട്ടെന്ന് വെഹിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് കളേഴ്സിനാണ് ഡിമാൻഡ് കൂടുതലുള്ളത്, ഏത് കളേഴ്സാണ് കമ്പാരിറ്റീവ്ലി ബുക്കിംഗ് കുറവുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമുക്ക് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് ആ ഒരു വെഹിക്കിൾ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടാം. അപ്പം നമ്മൾ ഒരിക്കലും അത് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഫണ്ടിങ്ങിനെ പറ്റി ചിന്തിക്കാതെ അത് അലോട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാക്കി വെക്കുക. അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് പേ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അതിനുള്ള ബാക്കി ബാങ്ക് ലോൺ ആണെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. കാരണം ഡിമാൻഡുള്ള വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം കമ്പനിക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് ആ ഒരു വെഹിക്കിൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ഡിമാൻഡും അത്രയും ബുക്കിംഗ് പീരീഡുമുള്ള വെഹിക്കിൾ ആണെങ്കിൽ ഫണ്ടിൻ്റെ കാര്യം നിങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഫണ്ട് അടച്ചെടുക്കണം. കാരണം ഒരുപാട് ദിവസം ആ വണ്ടി വന്നതിന് ശേഷം അവിടെ കിടന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ എക്സിക്യൂട്ടീവ്സിന് സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡിമാൻഡ്സ് ഉള്ള വണ്ടികൾക്ക് നിങ്ങൾ ഫണ്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ടിപ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡിമാൻഡുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. സോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.